നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 688 688. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡ് 185 സർഗം, അതിൽ 29 ശ്ലോകങ്ങളായിരുന്നു. അതാണ് ഇന്നലെ പറഞ്ഞത്. അതിൽ അവസാനത്തെ ശ്ലോകം അത് സാലയുദ്ധവും സാലവധവും. അപ്പോൾ അതിൽ അവസാനത്തെ ശ്ലോകം പറഞ്ഞു നിർത്തിയത് ആപത്തു കണ്ടാലുടൻ ഏതുമട്ടും രക്ഷിക്കണം സൂതൻ അതാണു ധർമ്മം യുദ്ധത്തിലെന്നാണതുകൊണ്ട് മാത്രം തൽക്കാലമൊന്നങ്ങനെ ചെയ്തതാം ഞാൻ. അതായത് സാലനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു രാജനീതിനെ പറ്റി പറയാണ്. എന്താ നീതി? ഒരു യുദ്ധം ചെയ്യുന്ന തേരാളിക്ക് അല്ലെങ്കിൽ രഥത്തിനോ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ, മോഹാലസ്യം സംഭവിച്ചാൽ, ആ വ്യക്തിയെ ഉടനെ ശാശ്വതമായ എന്താ പറയുക, യുദ്ധമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി നിർത്തേണ്ടത് സാരഥിയുടെ കഴിവാണ്. അത് തൻ്റെ സ്വാമിയോട്, തൻ്റെ പ്രഭുവിനോട്, തൻ്റെ രാജാവിനോടുള്ള ആദരവ് ഈ ഒരു പ്രവൃത്തിയേക്കാൾ മേലെ ഒന്നുമില്ല. അത് സ്വന്തം പ്രഭുവിൻ്റെ യുദ്ധത്തിലുള്ള ആശങ്കയല്ല, യുദ്ധം നേരായ വഴിക്ക് ജയിക്കണം. പ്രംശയിലെ അതാണ് അവിടെ പറഞ്ഞത്. യുദ്ധത്തിലെന്നാണത് കൊണ്ട് മാത്രം തൽക്കാലമൊന്നങ്ങനെ ചെയ്തതാം ഞാൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് 186 സർഗം. ഈ 186 സർഗത്തിലാണ് സാലവധം നടക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ശ്ലോകം. ഉടൻ മുങ്ങിക്കൊടിച്ചേറെ തെളിവാർന്ന് അച്യുതാത്മജൻ. ഇവിടെ യുദ്ധം ചെയ്യുന്നത് ആരാ? സാലൻ്റെ ഒപ്പം പ്രദ്യുമ്നനാണ്. അപ്പോൾ പ്രദ്യുമ്നൻ തൻ്റെ എന്താ പറയുക, ക്ഷീണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ തേരാളി മാറ്റി നിർത്തിയത്. അപ്പോൾ എന്ത് ചെയ്തു? ഉടൻ മുങ്ങിക്കുളിച്ച് ഏറെ തെളിവാർന്ന് അച്യുതാത്മജൻ. ശരീരപുഷ്ടിക്ക് മുങ്ങി കുളിക്കാൻ നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് ക്ഷീണം മാറാൻ കുളിക്കണത് നല്ലതാണ്. അതുകൊണ്ടാണ് ഉടൻ മുങ്ങിക്കുളിച്ച് ഏറെ തെളിവാർന്ന് അച്യുതാത്മജൻ ചൊല്ലിനാൻ തേർവിടാൻ വീരമന്ത്രിക്ക് അരികിലേക്കു ഞാൻ തൊടുത്തു തന്നിൽ കാപട്യം ചെയ്തൊരാ ദുഷ്ടമന്ത്രിയിൽ. അങ്ങനെയുണ്ട്. ചില ദുഷ്ടമന്ത്രിമാർ പ്രഭുവിന് നീരസം വരുന്ന കാര്യങ്ങൾ ചെയ്യും. അത് അപകടമാണ് അല്ലേ? അതായത് തിന്ന ചോറിന് കൂറ് കാണിക്കാത്തവർ, തിന്ന ഉപ്പിന് കൂറ് കാണിക്കാത്തവർ. ഇതൊക്കെ എന്തിനാ ഭക്തിമാർഗത്തിൽ പറയണ ചോദിച്ചാൽ ഇതാണ് ഭക്തിമാർഗം. എപ്പോഴും മറ്റുള്ളവർക്ക് പ്രീതികരമായിട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിലാരെങ്കിലും അപ്രീതി ചെയ്താൽ അയാളെ ശിക്ഷിക്കാനുള്ള സമയത്ത് ശിക്ഷിക്കണം, അല്ലെങ്കിൽ സ്വന്തം ജീവിതം അപായപ്പെടും. അപ്പോൾ തൊടുത്തു തന്നിൽ കാപ്പട്യം ചെയ്തൊരാ ദുഷ്ടമന്ത്രിയിൽ കൂസാതെ കൂർത്തുമൂർത്തുള്ള ബാണം തുരുതരേക്ഷണം. തേരാളിയും കുതിരയും കൊടിയും വില്ലും ആവിധം ഒപ്പം ദ്യുമാൻ്റെ തലയും തെറിപ്പിച്ചാൻ നിമിഷത്തിനാൽ. അതായത് തേരാളിയും കുതിരയും കൊടിയും വില്ലും ആ വിധം ഒപ്പം ദ്യുമാൻ്റെ തലയും. ഈ ദ്യുമാൻ എന്നുള്ള മന്ത്രിയാണല്ലേ കുഴപ്പം കാണിച്ചത്. അയാളുടെ എല്ലാവരെയും ചുരുക്കി പറഞ്ഞ വധിച്ചു നിമിഷത്തിനാൽ എന്ന് പറഞ്ഞു. ഗതനും സാമ്പനും തൊട്ടയതുക്കൾ ബലശാലികൾ ഓടിച്ചു ശത്രുസൈന്യങ്ങൾ ആഴിയിൽ ചെന്നു വീഴുകയായി. അപ്പോൾ
പ്രദ്യുമ്നന് സഹായത്തിന് ഗദൻ, അതായത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഏറ്റവും ചെറിയ അനിയനാണ് അദ്ദേഹവും, സാമ്പനും ഭഗവാന്റെ വേറൊരു മകൻ, തൊട്ട യദുക്കൾ ബലശാലികൾ ഓടിച്ച ശത്രു സൈന്യങ്ങൾ ആഴിയിൽ ചെന്നു വീഴുകയെ. കാരണം ദ്വാരക എന്നുള്ളത് ഒരു ദ്വീപാണ്. അപ്പോൾ ദ്വാരകയിൽ നിന്ന് ഓടിച്ച് അവിടെ വീഴുക, കടലിലെ വീഴാൻ നിവർത്തിയുള്ളൂ. സ്വാലനും യാദവന്മാരും ചെയ്ത യുദ്ധം അതേവിധം 27 നാളോളം നീണ്ടു നിന്നു ഭയങ്കരം. 27 ദിവസം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു അത്. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അമ്പാർന്ന് അവരോടും മഹാപ്രഭു രാമനോടൊത്തൊരു വിധം യാത്ര ചൊല്ലി മടങ്ങവേ. അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ബലരാമൻ തൻ്റെ അനിയനായ ശ്രീകൃഷ്ണനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ദ്വാരകയെ സ്വാലൻ ആക്രമിച്ചിട്ടുണ്ട്, അവിടെ യുദ്ധം നടക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ദുർനിമിത്തങ്ങൾ പലതും കണ്ടോർ താനുള്ളിൽ ഈ വിധം ചെയ്തെൻ്റെ കൂട്ടുകാർ വന്നൻ പുരം പഴുതു കണ്ടുടൻ. ഇവിടെ എന്താ പറഞ്ഞത്? ദുർനിമിത്തങ്ങൾ പലതും, പല ദുശ്ശകനങ്ങളും കാണുന്നുണ്ട്. കണ്ടോർ താനുള്ളിൽ ഈ വിധം ചൈദ്യൻ്റെ, അതായത് ശിശുപാലൻ്റെ കൂട്ടുകാർ വന്ന എൻ പുരം, ദ്വാരകാപുരം പഴുതു കണ്ടുടൻ. ഞങ്ങൾ അവിടെ ഇല്ലാത്ത സമയത്താണ് അർത്ഥം, ഭഗവാൻ ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ബലരാമസ്വാമിയും അവിടുന്ന് പുറത്തു വന്നു. അതിക്രമിപ്പാൻ വഴിയുണ്ട് ഇത് ഓർക്കിൽ അതുതന്നെയാം. അതിക്രമം, ഒരാളുടെ ഇഷ്ടമില്ലാണ്ട് ആക്രമിക്കുക. അതിക്രമം വഴിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യാൻ പോണു, യുദ്ധത്തിന് തയ്യാറായിക്കോളൂ പറയണം. അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിക്രമിപ്പാൻ വഴിയുണ്ട് ഇത് ഓർക്കിൽ അതുതന്നെയാം. കിടങ്ങു തൂർന്നും ഉദ്യാനം തകർന്നും കണ്ടു മാധവൻ. അല്ലേ, ഭഗവാന്റെ ഉദ്യാനവും കടങ്ങും ഒക്കെ മോശമായി കണ്ടുന്നു. അപ്പം നിരങ്ങിയിട്ടുണ്ട് സൈന്യം, അല്ലേ. അപ്പോൾ ഭഗവാന്റെ പൂരത്തിന് ആപത്ത് വരുന്ന ആരെങ്കിലും വിചാരിക്കുമോ? അവിടെയാണ് ദുഷ്പ്രവൃത്തിയിൽ താല്പര്യമുള്ളവർ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഏത് കാലത്തും. പക്ഷേ അതാത് കാലത്ത് അവരുടെ തപസ്സിൻ്റെ വൈഭവം സജ്ജനങ്ങൾ അനുഭവിക്കാണ്ട് പോകാനും പറ്റില്ല. അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ ചൊല്ലിനാൻ അവനെ കൊന്നേ വരാം ഞാൻ ദ്വാരകയ്ക്ക് നീ ജ്യേഷ്ഠൻ അച്ഛനെയും മറ്റും കാത്തു രക്ഷിച്ചു കൊള്ളണം. ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഞാനില്ലാത്ത സമയത്ത് എൻ്റെ രാജ്യം ആക്രമിക്കാൻ വന്നവനെ ഞാൻ വെറുതെ വിടില്ല. ഏട്ടനൊരു കാര്യം ചെയ്യൂ, ദ്വാരകയിൽ പോയിട്ട് അച്ഛൻ വസുദേവരെയും ദേവകി ദേവീനെയൊക്കെ നോക്കി കുടുംബത്തിനെ രക്ഷിക്കുക. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഏട്ടൻ സമാധാനമായിക്കോളും. ചൊല്ലിനാൻ അവനെ കൊന്നേ വരാം ഞാൻ ദ്വാരകയ്ക്ക് നീ ജ്യേഷ്ഠൻ അച്ഛനെയും മറ്റും കാത്തു രക്ഷിച്ചു കൊള്ളണം. പടച്ചട്ടയണിഞ്ഞും കൊണ്ടോതിനാൻ മധുസൂദനൻ തേരാളിയോടെ സ്വാലൻ്റെ മുമ്പിലേക്കു തെളിക്കുവാൻ. സ്വാലൻ്റെ രഥം കണ്ടാൽ അറിയാലോ, എല്ലാവർക്കും അതത് രാജ്യത്തിൻ്റെ കൊടിക്കൂറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തേരാളിയോട് സ്വാലൻ്റെ മുമ്പിലേക്കു തെളിക്കുവാൻ അവൻ്റെ മായ കണ്ടേതും പേടിക്കായുവാനും അച്യുതൻ ദാരുകൻ. അപ്പോൾ തേരാളിയോട് പറയാണ്, ദാരുകനാണ് തേരാളി. അതേ, ഈ സ്വാലൻ ചില മായാ പ്രകടനങ്ങളൊക്കെ ചെയ്യും, അത് കണ്ടിട്ടൊന്നും ഭയപ്പെടണ്ട, ഞാൻ ഇവിടെ പിന്നിലുണ്ട്, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. അവൻ്റെ മായ കണ്ടേതും പേടിക്കായുവാനും അച്യുതൻ ദാരുകൻ വിട്ടു സ്വാലൻ്റെ നേരെ നോക്കി മഹാരഥം. ദൂരത്തു നിന്ന് ഗരുഡധ്വജം വൃഷ്ണികളെ വരും കണ്ടു സന്തോഷവും. ദൂരത്ത് നിന്ന് തന്നെ സമതല പ്രദേശ, അപ്പോൾ ദൂരത്ത് നിന്ന് തന്നെ ഭഗവാന്റെ മഹാരഥത്തിൽ ഗരുഡൻ കൊടിയടയാളമുള്ളത് കണ്ടു. ഇനി ഭയപ്പെടാനില്ല, വേണ്ട ആൾക്കാർ വന്നു, അവരെ ഏറ്റെടുത്തോളും. ദൂരത്തു നിന്നേ ഗരുഡധ്വജം വൃഷ്ണികളെ വരും കണ്ടു സന്തോഷവും. സ്വാലൻ ഭയവും പൂണ്ടു. ദുർഭകൻ, ദോഷവൃത്തി ചെയ്യുന്നവനെയാണ് ദുർഭകൻ എന്ന് പറയാം. ഒടുങ്ങി മിക്കതും ശക്തി എന്നാലും തെല്ലടുത്തവൻ. ഒടുങ്ങി, അതായത് പ്രത്യുപ്നാദികൾ, അതേമാതിരി ഗദൻ സാമ്പനൊക്കെ
ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാലൻ്റെ ഹുങ്ക് കഴിയാറായിരുന്നു. പക്ഷേ ഒടുങ്ങി മിക്കതും ശക്തി, എന്നാലും തെല്ലെടുത്തവൻ സൂതൻ്റെ നേർക്ക് അനുവിട്ടാൻ കയ്യിലുണ്ടായ ശക്തിയും. തൻ്റെ തേരാളിയായ ദാരുകൻ്റെ നേരെ സാലൻ്റെ കയ്യിലുണ്ടായിരുന്ന ശക്തി, ഒരു വേല് ചാട്ടിയെന്നാ പറയാം. കൊള്ളിമീൻ പോലെ മിന്നിക്കൊണ്ടടുത്തെത്തുന്ന വേലുടൻ കൂർത്ത ശരം കൊണ്ട് മുറിച്ചു മുരസാസനൻ. ഭഗവാന്റെ പര്യായം, മുരൻ എന്ന അസുരനെ കൊന്നവൻ മുരാരി, മുരസാസനൻ. സ്വാലനിൽ 16 വിമാനത്തിൽ പറക്കിലും തൊടുത്താൻ 1000 തോതിൽ മൂടി ദിക്കുകളൊക്കെയും. അപ്പോൾ ഈ സാലൻ വിമാനത്തിലാണ്, ആകാശത്താണ്, അത് തപസ് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഭഗവാൻ ഭേദിച്ചു. സ്വാലനിൽ 16 വിമാനത്തിൽ പറക്കിലും തൊടുത്താൻ 1000 തോതിൽ മൂടി ദിക്കുകളൊക്കെയും. സൂര്യൻ ആകാശമെങ്ങും രശ്മി കൊണ്ടെന്ന മാതിരി സ്വാലൻ മഹേശനെ മനക്കാമ്പിലോർത്തെയ്തു സായകം. പരമശിവനെ ആലോചിച്ച് അല്ലെങ്കിൽ ധരിച്ചുകൊണ്ട് മനക്കാമ്പിൽ ഓർത്ത് സായകം അമ്പെയ്തു. ആരനെ? ഭഗവാൻ ശ്രീഹരിയനെ ഉറക്കെ ചൊല്ലി. അപ്പോൾ സാലൻ മഹേശനെ മനക്കാമ്പിലോർത്തെയ്തു സായകം. തൃക്കയ്യിലേന്തിടും ചക്രം തെറിപ്പിച്ചാൻ മഹാത്ഭുതം. അപ്പോൾ അവിടെ എന്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു. അതാണ് വിഷ്ണു, ബ്രഹ്മാവ്, പരമശിവൻ. അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ ശിവനെ പൂജ ചെയ്തതിൻ്റെ ഫലം സ്വാലന് കിട്ടണ്ടേ? അപ്പോൾ എന്ത് ചെയ്തു? സ്വാലൻ്റെ യുദ്ധവൈഭവം കൊണ്ട് ഭഗവാന്റെ തൃക്കൈയിലുള്ള സുദർശന ചക്രം നിലത്ത് വീണു. അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഭഗവാനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൃക്കൈയിലേന്തിടും ചക്രം തെറിപ്പിച്ചാൻ മഹാത്ഭുതം. കണ്ടുള്ളവരേവരും പെട്ടെന്നോർക്കാതെ വിലപിച്ചു പോയി. ഭഗവാന്റെ കയ്യിലുള്ള, അതാണ് ഈ ആസുരീയ ശക്തികളെ നമ്മൾ ബഹുമാനിക്കണം. ഇടവിടാതെ നാമോച്ചാരണം കൊണ്ട് ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് നിവൃത്തിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, ഉറക്കെ ചൊല്ലി സ്വാലൻ ഞാൻ ജയിച്ചേനെന്നു നിർഭയം. ഞാൻ ജയിച്ചു. എന്ത് ജയിച്ചു? ഭഗവാന്റെ കയ്യിൽ നിന്ന് സുദർശനം തട്ടി വീഴ്ത്തിയിട്ടു, അത്രയല്ലേ ഉള്ളൂ. മൂഢാ, നീ എൻ്റെ ചങ്ങാതി ശിശുപാലൻ്റെ ഭാര്യയെ. സാലൻ അവിടുന്ന് ആക്രോശിക്കുകയാണ്. മൂഢാ, ആരെന്നെ വിളിക്കണത്? ഭഗവാനെ. മൂഢാ, നീ എൻ്റെ ചങ്ങാതി ശിശുപാലൻ്റെ ഭാര്യയെ കവർന്നിട്ട് അവനെ കൊന്ന ഫലം കാട്ടിത്തരാം ഇനി. എൻ്റെ ചങ്ങാതിയായിരിക്കുന്ന അല്ലെങ്കിൽ ചങ്ങാതി ആയിരുന്ന ശിശുപാലൻ്റെ ഭാര്യയെ നീ തട്ടിക്കൊണ്ടുപോയില്ലേ? എന്നിട്ട് നീ ഇപ്പോൾ ശിശുപാലനെയും വധിച്ചു. കേമനാണെന്നാണ് നീ വിചാരിക്കണത്. നിനക്കുള്ളത് ഞാൻ തരാം എന്നാണ് സ്വാലൻ പറഞ്ഞത്. അതിൽ അദ്ദേഹത്തിന് കുറച്ച് വീര്യം വരാൻ കാരണം ശിവപ്രസാദം എന്നുള്ള നിലയ്ക്ക് ഭഗവാന്റെ കയ്യിൽ നിന്ന് തൃച്ചക്രത്തിനെ തട്ടി താഴെ ഇടാൻ അവന് സാധിച്ചു. അപ്പോൾ മൂഢാ, നീ എൻ്റെ ചങ്ങാതി ശിശുപാലൻ്റെ ഭാര്യയെ കവർന്നിട്ട് അവനെ കൊന്ന ഫലം കാട്ടിത്തരാം ഇനി. തെല്ലൻ മുമ്പാകെ നിന്നീടിൽ. കുറച്ച് നേരം നീ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ തെല്ലയൻ മുമ്പാകെ നിന്നീടിൽ നിന്നെ കൂർത്ത ശരങ്ങളാൽ. മടങ്ങി വന്നിടാതേടം പൂകിയിടും വീമ്പകറ്റി ഞാൻ. നിൻ്റെ വീമ്പൊക്കെ അകറ്റി ഞാൻ തിരിച്ചു വരാത്ത സ്ഥലത്തേക്ക് യമപുരിയിലേക്ക് നിന്നെ അയക്കും. നീ കുറച്ച് നേരം എൻ്റെ മുമ്പിൽ നിന്നാൽ മതി എന്ന് പറയാനുള്ള ധാർഷ്ട്യം സാലൻ കാണിച്ചു. മടങ്ങി വന്നിടാതേടം പൂകിയിടും ബിംബകറ്റി ഞാൻ മുകുന്ദൻ ഓതിനാൻ എൻ്റെ നിലയ്ക്ക് ഈ വാക്ക് യുക്തമാം. അവിടെയാണ് ഭഗവാന്റെ സാമാന്യ ബോധം. ഭഗവാൻ എവിടെയും എന്താണെന്നാ പറയുക, എവിടെയും വികാരം കൊള്ളില്ല.
സമചിത്തനാണ് ഭഗവാൻ. ഓ, നിൻ്റെ വർത്തമാനമൊക്കെ ഞാൻ കേട്ടു, നന്നായിട്ടുണ്ട്, നിനക്ക് യോജിച്ചതാണ്. നീ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലേ ആലോചിക്കുള്ളൂ. മടങ്ങി വന്നിടാതേടം പൂകിക്കും വീമ്പകറ്റി ഞാൻ മുകുന്ദനോദിനാൻ. നിൻ്റെ നിലയ്ക്ക് ഈ വാക്ക് യുക്തമാം. ഏറെ കുരച്ചിടും നായ്ക്കൾ കടിച്ചിടില്ല തീർച്ചയാം. കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നൊരു മാന്യമായ ആപ്തവാക്യം ഇതിൽ നിന്നാണ് വന്നത്. ഏറെ കുരച്ചിടും നായ്ക്കൾ കടിച്ചിടില്ല തീർച്ചയാം. നിൽക്കയാണന്തകൻ എൻ്റെ പിന്നിലെന്നറിയില്ല നീ. സ്വാല, നീ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. എൻ്റെ പിന്നിൽ ഇപ്പോൾ ആരാ നിൽക്കണുണ്ടോ? സാക്ഷാൽ യമധർമ്മരാജാവ്. കയ്യെത്തണത് ദൂരത്താ. കഴിയാറായി, എൻ്റെ സമയം കഴിയാറായി. കനത്ത ഗത കൊണ്ട് ഈശൻ അവനെ ചെന്നടിക്കവേ. കയ്യിലൊരു ഗത, കൗമുദികി എന്ന ഗതയുണ്ട്. കൊടുത്തൊരു അടി ഭഗവാൻ ചാടിനിട്ടിട്ട്. വമിച്ചു രക്തമെന്നാലും ഉടൻ കണ്ടില്ല സ്വാലനെ. അടി കൊണ്ടിട്ട് രക്തം ഛർദിച്ചു എങ്കിലും പെട്ടെന്ന് സ്വാലനെ കാണാതെ ഉണ്ടായി. അതാണ് മായാവിത്വം എന്ന് പറഞ്ഞത്. മുഹൂർത്തം ഒന്നു തീർന്നില്ല വന്നണഞ്ഞോദിനാരൊരാൾ. കരഞ്ഞും ചോര പറ്റിയിടും ഒരേതോ തല കാട്ടിയും. അപ്പോൾ തല പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് പോയിരുന്നു. മുഹൂർത്തമൊന്നു തീർന്നില്ല വന്നണഞ്ഞോദിനാൻ ഒരാൾ. കരഞ്ഞും ചോര പറ്റിയിടും ഒരേതോ തല കാട്ടിയും. അപ്പോൾ സ്വാലൻ തൻ്റെ മായാവൈഭവം കൊണ്ട് വസുദേവരുടെ തല അറുത്ത് കാണിച്ചു. അപ്പം അത് ഒരു ചങ്ങാതി ഒന്ന് കാണിച്ചു ഭഗവാനെ. ഇനിയിപ്പോൾ യുദ്ധം ചെയ്തിട്ട് എന്താ കാര്യം? ഈശ്വരനാണെങ്കിലും മനുഷ്യജന്മമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈശ്വരന് വൈകുണ്ഠത്തിൽ നിന്ന് ചക്രം അയച്ചാൽ മതി. അതല്ല, മനുഷ്യനായി അവതരിച്ച സജ്ജനങ്ങളെ നന്നാക്കണം, ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കണം. അപ്പോൾ അച്ഛൻ്റെ കഥ ഞാൻ അമ്മ പെട്ടെന്നിങ്ങോട്ടയച്ചതാം. സ്വാലൻ ചങ്ങല വച്ചെങ്ങോ കൊണ്ടുപോയാൻ മഹാകലൻ. ഇത് അച്ഛൻ്റെ തലയാണ്. അമ്മേനെ ചങ്ങലയിൽ കെട്ടി വലിച്ചങ്ങോട്ടോ പോണ് കൊണ്ടുവെന്നും പറഞ്ഞു. വെറും മനുഷ്യനെ പോലെ വാസുദേവ പ്രിയാത്മജൻ അഴലാർന്ന് അരമന്തൻ ഉറക്കെ വിലപിച്ചുപോയി. അങ്ങനെ ഭഗവാൻ കരഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യത്വമല്ല എന്നാണ് പറയുക അല്ലേ? അച്ഛൻ്റെ തലയും അമ്മയുടെ ദുഃഖവാർത്തയും അറിഞ്ഞ വെറും മനുഷ്യനെ പോലെ. അപ്പം നമ്മൾ വെറും മനുഷ്യനാവരുത് എന്ന് പറയുന്നുണ്ട്. മായാവികൾ പലതും കാണിക്കും. അപ്പോഴൊക്കെ നമ്മൾ ചേർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ചൊല്ലിനാനവിടം ജ്യേഷ്ഠൻ ഇരിക്കെ ക്ഷുദ്രൻ ഈ വിധം ചെയ്തതെങ്ങനെ ദേവേശ തടയാൻ ആർക്കു സാധ്യമാം. എൻ്റെ ഏട്ടൻ അവിടെ ഉള്ളപ്പോൾ ഈ സ്വാലിനെ എൻ്റെ അച്ഛനെ വധിച്ച് തല കാണിച്ചു തരാനും അമ്മേനെ പിടിച്ച് കെട്ടി വലിച്ച് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കുക? ഇത് ശാശ്വതമല്ല, ഇതെന്തോ മായാവിത്തരാണ്. പെട്ടെന്ന് മുമ്പിൽ വസുദേവനെ പോലെ ഒരുത്തനെ മഹാകലൻ കൊണ്ടുവന്നു മായാമർത്യനോടിങ്ങനെ. മായാമർത്യ എടുത്തിട്ടുള്ള മായാധിപനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ മുമ്പിലാണ് ഇങ്ങനെ വന്നു നിന്നത്. ചൊല്ലി നീ കാൺകവേ തന്നെ കൊൽകയാം നിൻ്റെ അച്ഛനെ. ഇപ്പോൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവൻ്റെ തലപ്പത അതാണ് എൻ്റെ അച്ഛനെ അപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തല വെട്ടുകയാണ്. അതാണ് ചൊല്ലി നീ കാൺകവേ തന്നെ കൊൽകയാം നിൻ്റെ അച്ഛനെ. ഉടവാൾ ഊരിയും കൊണ്ട് സ്വാലൻ പെട്ടെന്ന് അതേ വിധം കഴുത്തറുത്തു വെണ്ണാർന്ന് വിമാനത്തിൽ കയറിനാൻ. പെട്ടെന്ന് വസുദേവരെ എന്ന് തോന്നിക്കുന്ന ഒരാളുടെ തല അറുത്തിട്ടു. തൻ്റെ ആകാശഗമനത്തിന് ഉതകുന്ന ശ്രീ പരമേശ്വരനാൽ അനുഗ്രഹിച്ച് തന്ന വിമാനത്ത് കയറി രക്ഷപ്പെട്ടു. കഴുത്തറുത്തു വിണ്ണാർന്ന വിമാനത്തിൽ കയറിനാൻ. ഒട്ടൊന്നുമാഴിയനാൻ ചിൽക്കാമ്പുടൻ താൻ അവയൊക്കെയും. പെട്ടെന്ന് ചെറിയൊരു മോഹാവേശത്തിൽ കുടുങ്ങി ഭഗവാൻ. മായ ഭഗവാന്റെ മായ തന്നെയാണ്. പക്ഷേ ഇത് നമ്മളെ ബോധിപ്പിക്കാനാണ്. മയൻ്റെ മായ കൊണ്ടാണെന്നോർക്ക അങ്ങില്ല ദൂതനും. മയൻ്റെ മായ കൊണ്ടാണെന്ന് ഓർക്കേ അങ്ങില്ല ദൂതനും. അച്ഛൻ്റെ ദേഹവും സ്വാലൻ വിമാനത്തിൽ നിൽക്കയാം.
അപ്പോൾ ദാരുകൻ പറഞ്ഞു, ഇതേ സാലൻ്റെ മായയാണ്, ഇത് അച്ഛനുമല്ല, അതിനെപ്പറ്റി പേടിക്കണ്ട, ധൈര്യമായിട്ട് യുദ്ധം ചെയ്തോളൂ. ഏതോ ചില മുനീന്ദ്രന്മാർ മാത്രം ഈ മട്ടു ചൊൽകയാം, മുമ്പോതിയതയോ യോജിക്കില്ലെന്ന തോർപ്പിയില കേവലം. ഏതോ ചില മുനീന്ദ്രന്മാർ മാത്രം ഈ മട്ടു ചൊൽകയാം, മുമ്പോതിയത് യോജിക്കില്ലെന്നതോർപ്പിയില കേവലം. മൂഢന്മാർക്കല്ലയോ ശോകം മോഹസ്നേഹ ഭയാദികൾ. ഇതാണ് സ്വർണ്ണലിപിയിൽ എഴുതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ അത്? മൂഢന്മാർക്കല്ലയോ, മൂഢത്വം ഭവിച്ചവർക്കാണ് ശോകമോഹ സ്നേഹഭയാദികൾ. എന്നും നിലനിൽക്കുന്നതായിരിക്കണം സ്നേഹം, വേണ്ടേ? അപ്പോൾ ശോകമോഹ സ്നേഹഭയാദികൾ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപന് ഇവയെങ്ങനെ. അപ്പോൾ സാക്ഷാൽ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപന് ഇവയെങ്ങനെ ഭഗവാൻ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. തൻ പാദപങ്കജം ധ്യാനിപ്പവനും ജ്ഞാനിയാകവേ. ഭഗവാന്റെ തിരുവാദപത്മത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മഹജ്ജനങ്ങൾ ജ്ഞാനിയാകവേ തനിക്കന്മട്ടിൽ അജ്ഞാനം അത് മോർക്കുക ലീലയാം. അപ്പോൾ ഭഗവാന്റെ തിരുവാദപത്മത്തെ അഭിനന്ദിക്കുക, അതിനെ പൂജിക്കുക, അതിൽ ലയിക്കുക. അങ്ങനെ ആയാൽ ജ്ഞാനിയായി. തനിക്കൻ മട്ടിൽ അജ്ഞാനം. അപ്പോൾ എനിക്കെങ്ങനെ ഇങ്ങനെ അജ്ഞാനം വന്നത്? അതുമോർക്കുക ലീലയാം. ഭഗവാന്റെ ഒരു ലീലയാണതും. കനത്ത അസ്ത്രങ്ങൾ വാരി വർഷിക്കും സാലനോടാഞ്ഞുടത്തു താൻ പോർച്ചട്ടയും തോൾവളയും വില്ലും മെയ് മുറിച്ചുടൻ. അതായത് സാലനോട് കയറി മേഞ്ഞു ഭഗവാൻ. അസ്ത്രങ്ങൾ വാരി വർഷിക്കും സാലനോടാഞ്ഞടുത്തു താൻ പോർച്ചട്ടയും തോൾവളയും വില്ലും എയ്തു മുറിച്ചുടൻ കനത്ത കൗമോദകി കൊണ്ടടിച്ചു മുരശാസനൻ. രണ്ടാമതൊരു അടി കൊടുത്തു. വൃഷ്ണിഭീഷണമാണെന്നേ കൽപ്പിച്ചിട്ടുള്ളൂ ശങ്കരൻ. വരം കൊടുക്കുമ്പോൾ ശിവൻ്റെ അവസ്ഥ എന്താ? വൃഷ്ണി ഭീഷണമാണെന്നേ. സ്വാലൻ വൃഷ്ണികൾക്കൊരു ഭീഷണമാണെന്ന് മാത്രമേ ധരിച്ചിട്ടുള്ളൂ, അത്രേ കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് പിന്നെ ഈ വൃഷ്ണികളെ ജയിക്കാനുള്ള വരം കൊടുത്തിട്ടില്ല, ഭീഷണിപ്പെടുത്താൻ. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾക്കും ബാധക. എത്ര വലിയ ആചാര്യനാണെങ്കിലും ശരി, എത്ര വലിയ തന്ത്രിയാണെങ്കിലും ശരി, എത്ര വലിയ ശ്രോതാവാണെങ്കിലും ശരി, പക്ഷേ നൈമിഷികമായ അസന്തുഷ്ടിയിൽ മാഴുകാൻ പാടില്ല. അപ്പോഴേക്കും കുടഞ്ഞ് എണീക്കണം. വീഴ്ച സംഭവിക്കും. ആരെങ്കിലും കണ്ട് ചിരിച്ചിട്ടുണ്ടാവും, പോയി പണി നോക്കാൻ പറ. കനത്ത കൗമോദികി കൊണ്ടടിച്ചു മുരശാസനൻ. വൃഷ്ണി ഭീഷണമാണെന്നേ കൽപ്പിച്ചിട്ടുള്ളു ശങ്കരൻ. ഈ വണ്ണം അരുളി ചെയ്തുകൊണ്ടു കോവാരുണേഷണൻ. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രീകൃഷ്ണൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വണ്ണം അരുളി ചെയ്തുകൊണ്ടു കോവാരുണേക്ഷണൻ സൗഭകം തകർത്തു ചക്രത്താൽ അറുത്താൻ വൈരിതൻകളും. തൻ്റെ ഗത കൊണ്ട് സ്വാലൻ്റെ വിമാനത്തിനൊരടിയടിച്ചു, തരിപ്പണാക്കി. പിന്നെ തൃക്കൈയിലുള്ള താഴത്ത് വീണ് കയ്യിലെടുത്ത് വെച്ചിട്ടുള്ള ചക്രം കൊണ്ട് സ്വാലൻ്റെ തല കൊയ്തു പോകാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ വണ്ണം അരുളി ചെയ്തു കൊണ്ട് കോപാരുണേക്ഷണൻ സൗഭകം തകർത്ത് ചക്രത്താൽ അറുത്താൻ വൈരിതൻകളും. മഹാമായാവിയാം സ്വാലൻ മഹാമായാവിലാസിയാം സ്വാലൻ പോർക്കളത്തിൽ മരിക്കവേ. വൃത്രാസുരപദം പണ്ടു കഴിഞ്ഞുള്ളത മാതിരി, വൃത്താസുരനെ പണ്ട് വധിച്ച മാതിരി ആശ്ചര്യവും മോദവും അന്നാർത്തുപോയി സമസ്തരും. എല്ലാവരും ജയശബ്ദം. കൃഷ്ണ കൃഷ്ണ ജയ ജയ, കൃഷ്ണ കൃഷ്ണ ജയ ജയ. ആശ്ചര്യവും മോദവും ആർത്തുപോയി സമസ്തരും. ദേവന്മാർ പൂക്കൾ പെയ്തും കൊണ്ട് ആരംഭിച്ചു പെരുമ്പറ. ആശ്ചര്യവും മോദവും
ആശ്ചര്യവും മോദവും മോദവുമാർന്ന് ആർത്തുപോയി സമസ്തരും. ദേവന്മാർ പൂക്കൾ പെയ്തും കൊണ്ട് ആരംഭിച്ചു പെരുമ്പറ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഷഡശീത്യാധികശതതമ സർഗാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത അധ്യായം 187 ദന്തവക്ത്രവധാണ്. അത് അടുത്ത ദിവസം പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു, അവരുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.